ഹായ് ഓൾ, IIT ജാം വീഡിയോ കാർഡ് സീരീസ് ആണിത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഈ വീഡിയോ കാർഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി ഓഫ് റെസൊണേറ്റിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്ന GOCയിലെ ഒരു ടോപ്പിക്കാണ്. സോ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സെയിം വേ നമ്മുടെ ഈ വീഡിയോ കാർഡുകളുടെ എല്ലാം ലെക്ചർ നോട്ടും ഇനി വരുന്ന റെഗുലർ അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രീ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൻ്റെ ലിങ്കും താഴെ അവൈലബിൾ ആണ്. ഓക്കെ, സോ നമുക്ക് ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യാം. നോക്കണേ, സ്റ്റെബിലിറ്റി ഓഫ് റെസൊണേറ്റിംഗ് സ്ട്രക്ചേഴ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് റെസൊണൻറ്റ് സ്ട്രക്ചർ ഉണ്ട്, അതിൽ ഏതാണ് മോർ സ്റ്റേബിൾ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ചോദിക്കും മോർ കോൺട്രിബ്യൂട്ടഡ് ടുവേർഡ്സ് റെസൊണേറ്റിംഗ് സ്ട്രക്ചർ എന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. അതായത് നമുക്കറിയാം മോർ സ്റ്റേബിൾ ആയിട്ടുള്ള റെസൊണേറ്റിംഗ് സ്ട്രക്ചർ ആണ് മോർ കോൺട്രിബ്യൂട്ടഡ് ടുവേർഡ്സ് റെസൊണൻസ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അറ്റൻഡ് ചെയ്യാം എന്നുള്ളതാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ മോളിക്യൂൾ എന്താണോ, ന്യൂട്രൽ റെസൊണൻസ് സ്ട്രക്ചർ ആണോ, ചാർജ്ഡ് റെസൊണേറ്റിംഗ് സ്ട്രക്ചർ ആണോ എന്നുള്ളതാണ്. റെഡി? ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ ഇട്ട് കാണിച്ചാൽ നോക്കിക്കോ. എൻ്റെ കയ്യിലുള്ളത് ഇങ്ങനെയാണ്. CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് Cl ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ നോക്കണേ, ഇയാളിവിടെ ലോൺ പെയർ ഉണ്ടല്ലോ, സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട്. ഇതിന് റെസൊണൻസ് ആണ് നമുക്ക് കിട്ടുന്ന സ്ട്രക്ചർ എന്തായിരിക്കും? ഇയാൾ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവൻ ഇങ്ങോട്ട് കയറി നിൽക്കും. റെസൊണൻസ് ഹൈബ്രിഡ് വി വിൽ ഒബ്റ്റെയിൻ ടു വിൽ ലൈക്ക് ദിസ്. ഓക്കെ, അനദർ കനോണിക്കൽ സ്ട്രക്ചർ അല്ല, റെസൊണൻസ് ഹൈബ്രിഡ് അല്ല, കനോണിക്കൽ സ്ട്രക്ചർ നമുക്ക് എങ്ങനെ കിട്ടുക? ഇതുപോലെ കിട്ടും. ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും, ഇവിടെ പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും. റൈറ്റ്? റെസൊണൻസ് സ്ട്രക്ചേഴ്സാണ്. ഇതിൽ ഏത് റെസൊണൻസ് സ്ട്രക്ചറാണ് മോർ സ്റ്റേബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യണം? ഇത് സ്ട്രക്ചർ 1, ഇത് സ്ട്രക്ചർ 2 ആണെങ്കിൽ ആരാണ് മോർ സ്റ്റേബിൾ? നമ്മൾ ആദ്യം നോക്കേണ്ടത് ന്യൂട്രൽ റെസൊണേറ്റിംഗ് സ്ട്രക്ചർ ഉണ്ടോ, അയാൾ മോർ സ്റ്റേബിൾ ആയിരിക്കും എന്തിനേക്കാളും? ചാർജ്ഡ് റെസൊണേറ്റിംഗ് സ്ട്രക്ചറിനേക്കാളും. ഇപ്പോൾ ഈ രണ്ടെണ്ണം നോക്കുമ്പോൾ ഇവിടുത്തെ കേസിൽ നോക്കി, ഈ ഫസ്റ്റ് കോമ്പൗണ്ട് ന്യൂട്രൽ ആണ്, അല്ലേ? ഇതെന്താണ്? ന്യൂട്രൽ ആണ്. ഓക്കെ, ഇവിടുത്തെ കേസ് ഇവൻ എന്താണ്? ഇവൻ ചാർജ്ഡ് ആണ്, അല്ലേ? എങ്ങനെ? ഇവിടെ നോക്ക്, ഇവിടെ മൈനസ് ചാർജും പ്ലസ് ചാർജും ഉണ്ട്. റെഡി? നെറ്റ് എഫക്റ്റ് ന്യൂട്രലാണ്, പക്ഷേ അതല്ല ഞാൻ പറയുന്നത്. നമ്മളവിടെ എന്തുണ്ട്? പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് ഉണ്ട്. അപ്പോൾ ചാർജ്ഡ് ആണ് ആ മോളിക്യൂൾ റെസൊണൻസ് സ്ട്രക്ചർ, അല്ലേ? അപ്പോൾ എങ്ങനെയാണെങ്കിൽ ആരാണ് മോർ സ്റ്റേബിൾ? പറ. 1 വിൽ ബി മോർ സ്റ്റേബിൾ ദാൻ 2. ക്ലിയർ ആണല്ലോ? എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ അടുത്തൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യുകയാണ്. സെക്കൻഡ് ആയിട്ട് സ്റ്റെബിലിറ്റി ഓഫ് റെസൊണൻസ് സ്ട്രക്ചർ എന്തിന് പ്രൊപ്പോർഷനല്ല? നമ്പർ ഓഫ് പൈ ബോണ്ടിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനല്ല എന്നുള്ള. ഫോർ എക്സാമ്പിൾ ഇങ്ങോട്ട് നോക്കണം, ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചത് നോക്ക്. CH3CO മൈനസ് പ്ലസ് ഇവിടെ H, ഇങ്ങനെ സ്ട്രക്ചർ ഉണ്ട് മക്കളെ. ഇവിടെ എന്തുണ്ടാവും? ഇയാൾ ഇങ്ങോട്ട് ഇറങ്ങുമല്ലോ, അല്ലേ? ഇറങ്ങി റെസൊണൻസ് നടന്ന് ഇയാൾക്ക് റെസൊണൻസ് സ്ട്രക്ചർ എങ്ങനെ കിട്ടും നിങ്ങൾക്ക് പറ? CH3C ഡബിൾ ബോണ്ട് OH. ഈ രണ്ട് സ്ട്രക്ചറിൽ ആരാണ് മോർ സ്റ്റേബിൾ നമ്മൾ ചോദിക്കുകയാണ്. ഓക്കെ, ഇത് ഫസ്റ്റ് സ്ട്രക്ചർ ആണ്, ഇത് സെക്കൻഡ് സ്ട്രക്ചർ ആണ്. ആരായിരിക്കും മോർ സ്റ്റേബിൾ മക്കളെ? ഇവൻ്റെ കേസിൽ ഇവിടെ 0 പൈ ബോണ്ട്. ഇവൻ്റെ കേസിൽ എന്തുണ്ട് മക്കളെ? ഒരു പൈ ബോണ്ട് ഉണ്ടല്ലോ ഇവിടെ, ഇതാ ഈ ഒരു പൈ ബോണ്ട് ഉണ്ട്. അങ്ങനെയാണ് ഇവൻ്റെ കേസിൽ 1 പൈ ബോണ്ട് ഉണ്ട്. അപ്പോൾ ആരായിരിക്കും മോർ സ്റ്റേബിൾ? പറ. 2 വിൽ ബി മോർ സ്റ്റേബിൾ ദാൻ 1 എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇനി വേറെ എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ CH2 സിംഗിൾ ബോണ്ട് F, ഇവിടെ പ്ലസ് ചാർജ് ഉണ്ടെന്ന് വിചാരിച്ചു. റെഡി? CH2 പ്ലസ് എന്താണ്? F ആണ്. ഇവൻ്റെ ഫ്ലൂറിൽ എന്തുണ്ട് മക്കളെ? ലോൺ പെയർ ഉണ്ടല്ലോ. ലോൺ പെയർ സിംഗിൾ ബോണ്ട് കാർബോക്കേറ്റ് ഉണ്ട്. റെസൊണൻസ് കനോണിക്കൽ സ്ട്രക്ചർ ആണ്. സോ റെസൊണൻസ് നടക്കും, അല്ലേ? റെസൊണൻസ് നടന്നു കഴിഞ്ഞാൽ അടുത്ത സ്ട്രക്ചർ നമുക്ക് എങ്ങനെ കിട്ടുക? ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. CH2 ഡബിൾ ബോണ്ട് F, ഇവിടെ എന്ത് കിട്ടും? പ്ലസ് ചാർജ് കിട്ടും. റെഡി? ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക. ഇനീഷ്യലി നമ്മൾ ഇവിടുത്തെ ന്യൂട്രൽ ആണോ ചെക്ക് ചെയ്യും. രണ്ടിലും എന്തുണ്ടാ? ഇവിടെയും പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടെയും പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ പിന്നെ അത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല, രണ്ടും പോസിറ്റീവ് ചാർജ്ഡ് ആണ്. ഇനി നമ്മൾ നെക്സ്റ്റ് രണ്ടാമതായിട്ട് നമ്മൾ നോക്കുന്നത് പൈ ബോണ്ട്. ഇവിടെ 0 പൈ ബോണ്ട്, ഇവിടെ എത്ര? ഒരു പൈ ബോണ്ട് ഉണ്ട്. അപ്പോൾ ആരാ മോർ സ്റ്റേബിൾ ഉണ്ടാവുക? ഞാനിവിടെ ഓക്കെ, ഇതിനെ A എന്നും ഇതിനെ B എന്നും റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ പറ, ആരായിരിക്കും? B വിൽ ബി മോർ സ്റ്റേബിൾ ദാൻ A ആയിരിക്കും നമുക്ക് പറയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇത് നെക്സ്റ്റ് കേട്ടോ. അടുത്ത സ്റ്റെബിലിറ്റി നോക്കാനുള്ള കൺസേൺ എന്താണ്? സ്റ്റെബിലിറ്റി ഓഫ് ചാർജ് ഡയറക്ട്ലി പ്രൊപ്പോർഷനലായിരിക്കും എന്നുള്ള. അതായത് മക്കളെ, നെഗറ്റീവ് ചാർജ് ശ്രദ്ധിച്ചോ. നെഗറ്റീവ് ചാർജ് ഓൺ പറ മോർ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം എന്താണ്? മോർ സ്റ്റേബിൾ ആണ് എന്നുള്ളതാണ്. ഓക്കെ, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പോസിറ്റീവ് ചാർജ്, അല്ലേ? അതായത് പോസിറ്റീവ് ചാർജ് ഓൺ ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം എന്തായിരിക്കും? മോർ സ്റ്റേബിൾ ആയിരിക്കും. അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. റെഡി? അപ്പോൾ നോക്കാം, നമ്മളൊരു എക്സാമ്പിളോട് ഡിസ്കസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കയ്യിൽ നോക്കണേ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ഇതിൻ്റെയൊക്കെ മുകളിൽ എന്തുണ്ട്? നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഓക്കെ, ഇതിൽ ആരായിരിക്കും മോർ സ്റ്റേബിൾ? അതേപോലെ തന്നെ വേറൊന്ന് എടുക്കാം, വേറെ ടീം എടുക്കാം, അതിൽ പെയർ എടുക്കാം. അതായത് കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ഇവരുടെയൊക്കെ മുകളിൽ എന്തുണ്ട്? നെഗറ്റീവ് ചാർജ് ഉണ്ട്. ആരായിരിക്കും മോർ സ്റ്റേബിൾ? ഫസ്റ്റ് ഒന്ന് സ്റ്റെബിലിറ്റി നമുക്ക് നോക്കാം. നോക്കണേ, ഇവൻ്റെ കേസിൽ
നമുക്കറിയാം ഇപ്പോൾ ഇവിടുന്ന് എന്താണ് ലെഫ്റ്റ് ടു റൈറ്റ് പീരിയോഡിക് ടേബിൾ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഇവർ മൂവ് ചെയ്യുന്നത്, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ അല്ലേ. അപ്പോൾ ഇവരുടെ കേസിൽ നമ്മൾ സ്റ്റെബിലിറ്റി പറയുമ്പോൾ എങ്ങനെയാണ്, ലെഫ്റ്റ് ടു റൈറ്റിലാണെങ്കിൽ എന്തായിരിക്കും ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ബേസിലായിരിക്കും. ഇലക്ട്രോ നെഗറ്റിവിറ്റി മോർ ആണെങ്കിൽ എന്തായിരിക്കും അവിടെ മോർ സ്റ്റേബിൾ ആയിരിക്കും. അതായത് മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഫ്ലൂറിൻ്റെ മുകളിൽ നെഗറ്റീവ് ചാർജ് മോർ സ്റ്റേബിൾ ആയിരിക്കും ദാൻ ഓക്സിജൻ, ദാൻ നൈട്രജൻ, ദാൻ കാർബൺ. ഓക്കെ ആണല്ലോ. ഈ നെഗറ്റീവ് ചാർജസിൻ്റെ സ്റ്റെബിലിറ്റി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത്. റെഡി. ഈ നെക്സ്റ്റ് നോക്കുക. ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത് എങ്ങനെയാ, ഇവിടെ ഗ്രൂപ്പിൽ ടോപ്പ് ടു ബോട്ടം അല്ലേ ഇവർ മൂവ് ചെയ്യുന്നത് അല്ലേ. ഗ്രൂപ്പിൽ ടോപ്പ് ടു ബോട്ടം ആകുമ്പോൾ നമ്മൾ എന്തിൻ്റെ ബേസിലാണ് ഇവരുടെ സ്റ്റെബിലിറ്റി പറയേണ്ടത്, സൈസിൻ്റെ ബേസിലാണ് പറയേണ്ടത്. ഓക്കെ. അതായത് ബിഗ്ഗർ സൈസിൽ ആറ്റത്തിൻ്റെ മുകളിലുള്ള നെഗറ്റീവ് ചാർജ് എന്തായിരിക്കും, മോർ സ്റ്റേബിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ താഴോട്ട് പോകുമ്പോൾ ഓക്കെ കാർബൺ, സിലിക്കൺ, ജെർമാനിയം സൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും സ്റ്റെബിലിറ്റി എവിടെ ഉണ്ടാവും മക്കളെ, ഇയാൾക്കായിരിക്കും മോർ സ്റ്റെബിലിറ്റി ഓർഡർ അല്ലേ. ബിഗ്ഗർ സൈസിൻ്റെ മുകളിലുള്ള നെഗറ്റീവ് ചാർജ് എന്തായിരിക്കും, മോർ സ്റ്റേബിൾ ആയിരിക്കും. ഈ കൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ആക്കി വെക്കാം. റെഡി. ഇനി അതുപോലെ തന്നെ ഞാൻ നേരെ ഓപ്പോസിറ്റ് വരയ്ക്കുക. അതായത് ഇപ്പോൾ കാർബണിൻ്റെ മുകളിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്, നൈട്രജൻ്റെ മുകളിൽ പോസിറ്റീവ്, ഓക്സിജൻ്റെ മുകളിൽ പോസിറ്റീവ്, ഫ്ലൂറിൻ്റെ മുകളിൽ പോസിറ്റീവ്. ഇവരുടെ സ്റ്റെബിലിറ്റി പറയണം അല്ലേ. നമ്മളെന്താ പറഞ്ഞത്, നേരെ ഓപ്പോസിറ്റ്. അതായത് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവുള്ള ആളുടെ മുകളിലുള്ള പോസിറ്റീവ് ചാർജ് എന്തായിരിക്കും, മോർ സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ എങ്ങനെയായിരിക്കും സ്റ്റെബിലിറ്റി ഉണ്ടാവുക, ഇതാ കാർബണിൻ്റെ മുകളിലുള്ളതായിരിക്കും മോർ സ്റ്റേബിൾ അല്ലേ. ഇങ്ങനെയായിരിക്കും. ഇതെന്താ ലെഫ്റ്റ് ടു റൈറ്റ് ആണ്, അതുകൊണ്ട് എന്തിൻ്റെ ബേസിൽ നമ്മൾ പറയും, ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ബേസിൽ പറയും. കുഴപ്പമില്ലല്ലോ. ഇനി നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമുക്ക് ശ്രദ്ധിച്ചോ, എൻ്റെ കയ്യിൽ CH2 ഡബിൾ ബോണ്ട് CH എന്തുണ്ടാ O ഉണ്ട്, ഓക്സിജൻ്റെ മുകളിൽ നെഗറ്റീവ് ചാർജ് ഉണ്ട്. റെഡി. നെക്സ്റ്റ് ഇതിൻ്റെ റെസൊണൻറ്റ് സ്ട്രക്ചറാണ്. ഇയാൾ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവൻ ഇങ്ങോട്ട് കയറി നിൽക്കും അല്ലേ. അപ്പോൾ അടുത്ത കനോണിക്കൽ സ്ട്രക്ചർ നമുക്ക് എങ്ങനെ കിട്ടും, ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. CH2 ഇവിടെ നെഗറ്റീവ് ചാർജ്, സിംഗിൾ ബോണ്ട് എന്തായിരിക്കും, CH ഡബിൾ ബോണ്ട് O എന്നുണ്ടായിരിക്കും. റെഡി. ഇപ്പോൾ രണ്ടായാലും ഇതിൽ ആരാണ് മോർ, ഇത് തിരിച്ചിങ്ങോട്ട് റെസൊണൻസ് നടക്കും. റെഡി. അപ്പോൾ നമുക്ക് ഈ സ്ട്രക്ചറിന് കിട്ടും. ഓക്കെ. എനിവേ ഇതിൽ ആരാണ് മോർ സ്റ്റേബിൾ നമുക്ക് കാണണം. ഇത് സ്ട്രക്ചർ 1 ആണ്, ഇത് സ്ട്രക്ചർ 2 ആണ്. ആര് മോർ സ്റ്റേബിൾ എന്ന് കാണണം. നിങ്ങൾ എന്ത് നോക്കിയാൽ മതി, ആദ്യം നമ്മൾ ചാർജിലട നോക്കി, രണ്ടും എന്താണ് ചാർജിട, രണ്ടിലും എന്തുണ്ട്, ഓരോ നെഗറ്റീവ് ചാർജ് ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ എന്ത് നോക്കി, ഡബിൾ ബോണ്ടിൻ്റെ എണ്ണം, ഇവിടെയും ഒരു പൈ ബോണ്ടാണ്, ഇതിലും ഒരു പൈ ബോണ്ടാണ്, ഇവിടെയും ഒരു പൈ ബോണ്ടാണ്. റെഡി. പിന്നീട് നമ്മൾ എന്താ നോക്കേണ്ടത്, മൂന്നാമതായിട്ട് സ്റ്റെബിലിറ്റി ഓഫ് ചാർജ് ആണ് നോക്കണേ. ഇവിടെ നെഗറ്റീവ് ചാർജ് നിൽക്കുന്ന ആരുടെ മുകളിലാണ്, ഓക്സിജൻ്റെ മുകളിലെ നെഗറ്റീവ് ചാർജ്. ഇവിടെ നിൽക്കുന്നതോ കാർബണിൻ്റെ മുകളിലെ നെഗറ്റീവ് ചാർജ്. അപ്പോൾ നമ്മൾ ആർക്ക് പ്രയോറിറ്റി കൊടുക്കണം, ആരുടെ മുകളിലെ നെഗറ്റീവ് ചാർജ് മോർ സ്റ്റേബിൾ, മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജൻ്റെ മുകളിലുള്ള നെഗറ്റീവ് ചാർജ് എന്തായിരിക്കും, മോർ സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ ഇതിൽ ആരും മോർ സ്റ്റേബിൾ ആയിരിക്കും, പറ മക്കളെ. O- മോർ സ്റ്റേബിൾ ആവും അല്ലേ. O- മോർ സ്റ്റേബിൾ ദാൻ C- ആണ്. അങ്ങനെയാണെങ്കിൽ സ്ട്രക്ചർ 1 ഈസ് മോർ സ്റ്റേബിൾ ദാൻ 2 ആയിരിക്കും. ഇതായിരിക്കും ഇതിൻ്റെ സ്റ്റെബിലിറ്റി ഓർഡർ. ഓക്കെ. സ്റ്റെബിലിറ്റി ഓർഡർ എന്ന് പറയുന്നത് ഈസി അല്ലേ. എന്നാൽ അങ്ങനെ നമുക്ക് നെക്സ്റ്റിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത എന്താണ്, ചാർജ് സെപ്പറേറ്റിംഗ് റെസൊണേറ്റിംഗ് സ്ട്രക്ചർ എന്താണ്, ലെസ് സ്റ്റേബിൾ എന്നാണ് പറഞ്ഞത്. എന്താ ചാർജ് സെപ്പറേറ്റിംഗ് റെസൊണേറ്റിംഗ് സ്ട്രക്ചേഴ്സ് നോക്കിക്കോ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു സ്ട്രക്ചർ ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ. ഇങ്ങനെ ഒരു സ്ട്രക്ചർ നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് വിചാരിക്കാം. ഇവിടെ എന്തുണ്ട്, O- ഉണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ എന്തുണ്ടാ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. റെഡി. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ ഇവിടെ നോക്ക്, ഇയാൾക്ക് എന്ത് പോസിബിൾ, റെസൊണൻസ് പോസിബിൾ അല്ലേ. ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, കാർബോക്കേറ്റോൺ കോൺജുഗേറ്റഡ് ആണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ റെസൊണൻസ് നടക്കും. എങ്ങനെ റെസൊണൻസ് ഉണ്ടാവും, ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. റെഡി. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഇവിടെ എത്തും. അതായത് നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ റെസൊണേറ്റിംഗ് സ്ട്രക്ചർ ഇതാ ഇങ്ങനെ കിട്ടും. ശ്രദ്ധിക്കുക, ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ. ഇവിടെ O- തന്നെ, പക്ഷേ ഡബിൾ ബോണ്ട് ഇപ്പോൾ ഇവിടെ എത്തി, പോസിറ്റീവ് ചാർജ് ഇപ്പോൾ ഇതാ ഇവിടെ എത്തി. നോക്കണേ, ഇത് രണ്ടിലും ചാർജ് സെപ്പറേഷൻ ഉണ്ട്. ഓക്കെ. ചാർജ് സെപ്പറേഷൻ കൂടുതലാണെങ്കിൽ സ്റ്റെബിലിറ്റി കുറയും എന്നുള്ളതാണ്. ഓക്കെ. ഇഫ് ചാർജ് സെപ്പറേഷൻ ഈസ് മോർ, ദ സ്റ്റെബിലിറ്റി ഈസ് ലെസ്. അപ്പോൾ ഇവൻ്റെ കേസിൽ നോക്ക്, ചാർജ് സെപ്പറേഷൻ ഇത്രയേ ഉള്ളൂ. ചാർജ് സെപ്പറേഷൻ ഇവിടുത്തെ കേസ് ചാർജ് സെപ്പറേഷൻ കൂടുതലല്ലേ. അപ്പോൾ ചാർജ് സെപ്പറേഷൻ കൂടുതലാണെങ്കിൽ സ്റ്റെബിലിറ്റി കുറവുന്നത്. ഇത് സ്ട്രക്ചർ 1, ഇത് സ്ട്രക്ചർ 2 ആണെങ്കിൽ സ്റ്റെബിലിറ്റി ആർക്ക് കൂടുതലായിരിക്കും, 1 മോർ സ്റ്റേബിൾ ദാൻ 2 ആയിരിക്കും. റീസൺ ചാർജ് സെപ്പറേഷൻ കുറവാണ്. റെഡി. ചാർജ് സെപ്പറേഷൻ കൂടിക്കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യടാ, സ്റ്റെബിലിറ്റി കുറയും എന്നുള്ളതാണ്. ഓക്കെ. സ്റ്റെബിലിറ്റി കുറയും, കുഴപ്പമില്ലല്ലോ. റെഡി. നമുക്കത് പോയിന്റ് ആക്കി എഴുതി വെക്കാം. ഇഫ് മോർ ചാർജ് സെപ്പറേഷൻ, ഓക്കെ, മോർ ചാർജ് സെപ്പറേഷൻ എന്തായിരിക്കും, ലെസ് സ്റ്റേബിൾ ദി റെസൊണേറ്റിംഗ് സ്ട്രക്ചർ കേട്ടോ. സ്റ്റേബിൾ ദി റെസൊണേറ്റിംഗ് സ്ട്രക്ചർ എന്ന് പറയാം. ഓക്കെ. റെഡി. നെക്സ്റ്റ് പോയിന്റിലേക്ക് മൂവ് ചെയ്യാം. ലൈക്ക് ചാർജസ് ഓൺ അഡ്ജസൻറ്റ് പൊസിഷൻ ആർ ലെസ് സ്റ്റേബിൾ എന്നുള്ള അടുത്ത ചെക്ക് ചെയ്യേണ്ടത്. അതായത് നോക്കണേ, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ തൊട്ടടുത്ത പൊസിഷനിൽ 2 പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അത് ലെസ് സ്റ്റേബിളാണ്. തൊട്ടടുത്ത പൊസിഷനിൽ 2 നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അത് ലെസ് സ്റ്റേബിളാണ്. തൊട്ടടുത്ത പൊസിഷനിൽ 2 ലോൺ പെയർ ഉണ്ടെങ്കിൽ അത് ലെസ് സ്റ്റേബിളാണ്. ഇനി നോക്കണേ, ഒരു നെഗറ്റീവ് ചാർജിന് ലോൺ പെയറും തൊട്ടടുത്ത പൊസിഷൻ ഉണ്ടെങ്കിൽ അതും എന്താണ്, ലെസ് സ്റ്റേബിളാണ്. അപ്പോൾ ഇങ്ങനെ തൊട്ടടുത്ത പൊസിഷനിൽ ഇവർ വന്നു കഴിഞ്ഞാൽ അത് ലെസ് സ്റ്റേബിളാണ് എന്നുള്ള കൺസെപ്റ്റാണ് പറയുന്നത്. റെഡി. നമുക്കിതൊരു എക്സാമ്പിളിലൂടെ ഡിസ്കസ് ചെയ്യാം. നോക്കണേ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെയുള്ളത് CH2 ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH,
ഓക്കെ, ഇവിടെ എന്തുണ്ട്, ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്, സിംഗിൾ ബോണ്ട് NH2, ഇവിടെ ലോൺ പെയർ ഉണ്ടെന്ന് വിചാരിച്ചോ. റെഡി? ഇതിപ്പോൾ ഒരു കോൺജുഗേറ്റഡ് സിസ്റ്റം. എവിടെ കോൺജുഗേഷൻ ഉള്ളത് പറ? ഇവിടെ ദാ ലോൺ നെഗറ്റീവ് ചാർജ്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, കോൺജുഗേറ്റഡാണ്. അപ്പോൾ ഇവിടെ എന്ത് പോസിബിളാണ് മക്കളെ? ഇവിടെ റെസൊണൻസ് പോസിബിൾ അല്ലേ? അതായത് ഇവിടെ ഇങ്ങനെ റെസൊണൻസ് എടുക്കും, ഇയാൾ ഇങ്ങോട്ട് ഇറങ്ങും, ഇയാൾ ഇങ്ങോട്ട് കയറി നിൽക്കും. അപ്പോൾ ഇതിൻ്റെ കാനോണിക്കൽ സ്ട്രക്ചർ നിങ്ങൾക്ക് എങ്ങനെ കിട്ടൂടാ? ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്: CH2 മൈനസ് സിംഗിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ട് എന്ത് കിട്ടും? ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് NH2 എന്ന് കിട്ടും. റെഡി? ഇവിടെയും ലോൺ പെയർ ഉണ്ട് മക്കളെ. സ്ട്രക്ചർ നമ്പർ 1 ഇതാണ്, സ്ട്രക്ചർ നമ്പർ 2 ഇതാണ്. വിച്ച് വൺ ഈസ് മോർ സ്റ്റേബിൾ? നമ്മൾ അങ്ങനെ ചോദ്യം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്? ഫസ്റ്റ് എന്താ, ഇവിടുത്തെ കേസിൽ ആദ്യം നമ്മൾ നോക്കുക എന്താ, ന്യൂട്രൽ ആയിട്ടുള്ള സ്ട്രക്ചർ ഏതെങ്കിലും ഉണ്ടോ നോക്കും. രണ്ട് സ്ട്രക്ചർ എന്താണ്, ചാർജ്ഡാണ്. ഇവിടെയും നെഗറ്റീവ് ചാർജ് ഉണ്ട്, ഇതിൽ രണ്ടാമത്തെ സെക്ഷനിൽ നെഗറ്റീവ് ചാർജ് ഉണ്ട്. പിന്നെ നമ്മൾ നോക്കുക എന്താണ്, രണ്ടാമത് നോക്കുക എന്താ, പൈ ബോണ്ടിൻ്റെ എണ്ണം. ഇവിടെയും ഒരു പൈ ബോണ്ടാണ്, ഇവിടെയും രണ്ടിലും ഓരോ പൈ ബോണ്ടാണ്. അതിൽ ആർക്കും സംശയമില്ലല്ലോ. റെഡി? രണ്ടിലും ഓരോ പൈ ബോണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുക എന്താ, നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുക നെഗറ്റീവ് ചാർജിൻ്റെ സ്റ്റെബിലിറ്റി. ഇവിടെയും കാർബണിൻ്റെ മുകളിലെ നെഗറ്റീവ് ചാർജ്, ഇവിടെയും കാർബണിൻ്റെ മുകളിലെ നെഗറ്റീവ് ചാർജ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ട ചാർജ് സെപ്പറേഷൻ. ഇവിടെ ഉണ്ടോ? ഇവിടെ പ്ലസ് മൈനസ് ചാർജ് സെപ്പറേഷൻ ഉണ്ടോ? ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ പിന്നെ അത് നോക്കണ്ട. പിന്നെ ഇവിടെ എന്താ നോക്കേണ്ടത്, ലൈക്ക് ചാർജസ് അഡ്ജസ്റ്റൻറ്റ് പൊസിഷനിൽ ഉണ്ടെങ്കിൽ എന്താണെന്നാണ് പറഞ്ഞത്, ലെസ് സ്റ്റേബിളാണ്. ഇവിടുത്തെ കേസിലുണ്ടോ? നോക്കടാ, ഉണ്ടോ? യെസ്, ഇവിടെ ഉണ്ട്. ആരൊക്കെടാ? ലോൺ പെയറും നെഗറ്റീവ് ചാർജും അടുത്തടുത്ത് വരുന്നുണ്ട്. ഈ സ്ട്രക്ചറിൽ ലോൺ പെയർ നെഗറ്റീവ് ചാർജും സംഭവം ഫാർ അപ്പാർട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പം അടുത്തടുത്താണെങ്കിൽ ലെസ് സ്റ്റേബിളാണ് നമ്മൾ പഠിച്ചല്ലേ അല്ലേ. ലൈക്ക് ചാർജസ് ഓൺ അഡ്ജസ്റ്റൻറ്റ് പൊസിഷൻ ലീസ് സ്റ്റേബിൾ അല്ലെങ്കിൽ ലെസ് സ്റ്റേബിളാണ്. അപ്പോൾ ഏറ്റവും സ്റ്റെബിലിറ്റി ആയിരിക്കും അവിടെ കൂടുതലുണ്ടാവുക, സ്റ്റെബിലിറ്റി 2-നായിരിക്കും കൂടുതലുണ്ടാവുക എന്തിനേക്കാളും 1-ലേക്കാളും. ഓക്കെ ആണോ? സ്റ്റെബിലിറ്റി ഓർഡർ. ഓക്കെ, ഇതായിരിക്കും ഓർഡർ. കുഴപ്പമില്ലല്ലോ. റെഡി? സോ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം നമുക്ക്. അറേഞ്ച് ദ ഫോളോയിങ് റെസൊണൻറ്റ് സ്ട്രക്ചേഴ്സ് അക്കോർഡിംഗ് ടു ദെയർ കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് റെസൊണൻസ് ഹൈബ്രിഡ്. എന്ന് പറഞ്ഞാൽ എന്താണ്, മോർ സ്റ്റേബിൾ ആയിട്ടുള്ള റെസൊണൻസ് സ്ട്രക്ചർ എന്തായിരിക്കും, മോർ കോൺട്രിബ്യൂട്ടഡ് ടുവേർഡ്സ് എന്തായിരിക്കും, റെസൊണൻസ് ഹൈബ്രിഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ എൻ്റെ കേസ് നോക്കണേ, നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക, ആദ്യം എന്താ ന്യൂട്രൽ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നുള്ള. ഇല്ല, എല്ലാം ABCD എല്ലാത്തിലും ചാർജ്ഡ് ആണ്. അടുത്ത നമ്മൾ പൈ ബോണ്ട് നോക്കുക അല്ലേ. പൈ ബോണ്ട് നോക്ക്. ഇവിടുത്തെ കേസ് എത്ര പൈ ബോണ്ട്? 2 പൈ ബോണ്ട് ഉണ്ട്. ഇവിടെ 1 പൈ ബോണ്ട്, ഇവിടെ 1 പൈ ബോണ്ട്, ഇവിടെ 2 പൈ ബോണ്ട്. റെഡി? അപ്പോൾ നമുക്കറിയാം എന്തായാലും എയും ഡിയും എന്തിനേക്കാളും മോർ സ്റ്റേബിൾ ആയിരിക്കും, ബിനും സിനേക്കാളും മോർ സ്റ്റേബിൾ ആയിരിക്കും. റീസൺ 2 പൈ ബോണ്ട് ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ എന്താ നോക്കേണ്ടത് ഇവിടെ പറ. നെക്സ്റ്റ് നമ്മൾ സ്റ്റെബിലിറ്റി ആണല്ലേ. ഇവിടെ നെഗറ്റീവ് ചാർജ് നൈട്രജൻ്റെ മുകളിലാണ്, ഇവിടെ നെഗറ്റീവ് ചാർജ് കാർബണിൻ്റെ മുകളിൽ, ഇവിടെ നെഗറ്റീവ് ചാർജ് നൈട്രജൻ്റെ മുകളിൽ, ഇവിടെ നെഗറ്റീവ് ചാർജ് കാർബണിൻ്റെ മുകളിൽ. റെഡി? അപ്പോൾ ആർക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക പറ. കാർബണിൻ്റെ മുകളിലുള്ളതാണ് നൈട്രജൻ്റെ മുകളിലുള്ള നെഗറ്റീവ് ചാർജ് മോർ സ്റ്റേബിൾ, നൈട്രജൻ്റെ മുകളിൽ മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റെബിലിറ്റി ഓർഡർ ഫസ്റ്റ് ആരായിരിക്കും എന്തായാലും വരിക, 2 പൈ ബോണ്ടും നൈട്രജൻ്റെ മുകളിൽ നെഗറ്റീവ് ചാർജും, അതുകൊണ്ട് എക്കായിരിക്കും മോർ സ്റ്റെബിലിറ്റി ഉണ്ടാവുക. റെഡി? ദെൻ ആർക്കായിരിക്കും 2 പൈ ബോണ്ട് കാർബണിൻ്റെ മുകളിൽ നെഗറ്റീവ് ചാർജ്, അതുകൊണ്ട് ഡിക്ക് വരും. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നമ്മൾ എങ്ങോട്ട് പോകും, ഒരു പൈ ബോണ്ട് ഉള്ളതിൽ നൈട്രജൻ്റെ മുകളിൽ നെഗറ്റീവ് ചാർജ് ഉള്ളത് ആരാണ്? സി ആണ്. ദെൻ ആര് പോകും? ഫൈനലി ബി പോകും. ഇതാണ് സ്റ്റെബിലിറ്റി ഓർഡർ. ഓക്കെ, സ്റ്റെബിലിറ്റി ഓർഡർ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. എന്താണ്? യെസ്, റൈറ്റ് ദ സ്റ്റെബിലിറ്റി ഓർഡർ ഓഫ് ഫോളോയിങ് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ആണ്. ഓരോന്നിൻ്റെയും സ്റ്റെബിലിറ്റി ഓർഡർ പറയാം. ഫസ്റ്റ് നോക്കണം, ഞാനിവിടെ ഇതിന് ഫസ്റ്റ് സ്ട്രക്ചർ, ഇത് സെക്കൻഡ് സ്ട്രക്ചർ എന്ന് പറയാം. ഓക്കെ, ഇതതുപോലെ ഇത് എ, സോ ഇത് ബി സ്ട്രക്ചർ എന്ന് പറയാം. ഇത് നമുക്ക് 1, 2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, റെഡി? ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്, ഇതിൽ സ്റ്റെബിലിറ്റി ഓർഡർ നോക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ന്യൂട്രൽ ആണോ ഈ രണ്ട്, ഞാൻ ഈ എ എന്നുള്ള ഓപ്ഷനിൽ 2 നോക്കുകയാണ്. രണ്ടും എന്തല്ല, ന്യൂട്രൽ അല്ല, ചാർജ്ഡ് ആണ്. ദെൻ ഇവിടെ എത്ര പൈ ബോണ്ട് ഉണ്ട്? ഇവിടെ നമുക്ക് 2 പൈ ബോണ്ട് ഉണ്ട്, ഇവിടെ നമുക്ക് 2 പൈ ബോണ്ട് ഉണ്ട്. റെഡി? പിന്നെ നമ്മളെന്താ ചെക്ക് ചെയ്യേണ്ടത്, അവിടെ ചാർജിൻ്റെ സ്റ്റെബിലിറ്റി. ഇവിടെ എന്താ, ഓക്സിജൻ്റെ മുകളിലാണ് നെഗറ്റീവ് ചാർജ്, ഇവിടെ നൈട്രജൻ്റെ മുകളിലാണ് നെഗറ്റീവ് ചാർജ്. ഓക്കെ, അപ്പോൾ ആരാ മോർ സ്റ്റേബിൾ പറ. 1 മോർ സ്റ്റേബിൾ ദാൻ 2 ആയിരിക്കും. ഈ സ്ട്രക്ചറിൽ 1 ആയിരിക്കും മോർ സ്റ്റേബിൾ ആവുക. റീസൺ ഓക്സിജൻ്റെ മുകളിൽ നെഗറ്റീവ് ചാർജ് മോർ സ്റ്റേബിൾ ആണ്. റെഡി? ഓക്കെ, നമ്മുടെ എഴുതാം, നെഗറ്റീവ് ചാർജ് ഓൺ ഓക്സിജൻ ഈസ് മോർ സ്റ്റേബിൾ ദാൻ നെഗറ്റീവ് ചാർജ് ഓൺ നൈട്രജൻ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഇവിടുത്തെ അടുത്ത കേസ് നോക്കാം. ഇവിടുത്തെ കേസ് ചാർജ്ഡ് ആണ്, ഇവിടെയും പോസിറ്റീവ് ചാർജ് ഉണ്ട്, രണ്ടും പോസിറ്റീവ് ചാർജ്ഡ് ആണ്. റെഡി? നെക്സ്റ്റ് നോക്കേണ്ടത് എന്താ, രണ്ടും പോസിറ്റീവ് ചാർജ്ഡ് ആണ്. ദെൻ പൈ ബോണ്ട്, ഇവിടെ നമുക്ക് 2 പൈ ബോണ്ട് ഉണ്ട്, ഇവിടെയും നമുക്ക് 2 പൈ ബോണ്ട് ഉണ്ട്, അതിലൊരു മാറ്റമില്ല. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്താ, ദെൻ നമ്മൾ എന്തിൻ്റെ ബേസിൽ നോക്കും, ചാർജിൻ്റെ സ്റ്റെബിലിറ്റി. ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ് ചാർജ് ആര് മുകളിലാണ്? ഓക്സിജൻ്റെ മുകളിലാണ് പോസിറ്റീവ് ചാർജ്. ഇവിടെയോ, ഇവിടെ ആരുടെ? നൈട്രജൻ്റെ മുകളിലാണ് പോസിറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജ് ഓൺ ലെസ് ഇലക്ട്രോ നെഗറ്റീവ് എന്താണ്? മോർ സ്റ്റേബിൾ. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും മോർ സ്റ്റേബിൾ വരിക പറ. നൈട്രജൻ്റെ മുകളിൽ പോസിറ്റീവ് ചാർജ് അല്ലേ. സോ നമുക്ക് ആൻസർ എന്ത് കൊടുക്കാം പറ. 2 ആയിരിക്കും മോർ സ്റ്റേബിൾ ദാൻ 1. അതായത് നമ്മളിവിടെ AB എന്നാണ് യൂസ് ചെയ്തത് അല്ലേ. AB എന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ പറ B ഈസ് മോർ സ്റ്റേബിൾ ദാൻ A എന്ന് നമുക്ക് പറയാം. ഓക്കെ, റെഡി ആണല്ലോ? അപ്പോൾ ഇത് എന്തിൻ്റെ ബേസിലാണ് പറ. പോസിറ്റീവ് ചാർജ് ഓൺ ഓക്സിജൻ ആറ്റം ഈസ് ലെസ് സ്റ്റേബിൾ ദാൻ
പോസിറ്റീവ് ചാർജ് ഓൺ നൈട്രജൻ ആറ്റം എന്നുള്ള. ഇനി നെക്സ്റ്റ് നോക്ക്, ലാസ്റ്റ് നോക്ക്. ഇവിടുത്തെ കേസിൽ ഇവിടെ നമുക്ക് ചാർജ്ഡ് ആണ്, ഇവിടെ നമുക്ക് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ് രണ്ടും. ദെൻ നമ്മൾ നോക്കേണ്ടത് ഇവിടെ എന്താണ്, ഇവിടുത്തെ കേസിൽ 2 പൈ ബോണ്ടാണ്, ഇവിടെ എത്രയാണ്, നമുക്ക് 3 പൈ ബോണ്ട് ഉണ്ട്. വേറെ എന്തെങ്കിലും നോക്കാണ്ടോ? ഇല്ല, വേറെ ഒന്നും നോക്കണ്ട. ആര് മോർ സ്റ്റേബിൾ ആയിരിക്കും? 2 ഈസ് മോർ സ്റ്റേബിൾ ദാൻ 1 ആയിരിക്കും. ഓക്കെ, റീസൺ ഇവിടെ എന്തുണ്ട് പറ, ഇവിടെ 3 പൈ ബോണ്ട് മോർ സ്റ്റേബിൾ ദാൻ എന്തായിരിക്കും? 2 പൈ ബോണ്ട് ആയിരിക്കും. റെഡി? ഓൾ ഓഫ്. സോ അങ്ങനെ നമ്മൾ അടുത്തൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യാണ്. ഇക്വലൻ്റ് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നോക്കണേ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ഉണ്ട്, RC ഡബിൾ ബോണ്ട് O മൈനസ്. റെഡി? ഇയാൾക്ക് ഇവിടെ റെസൊണൻസ് അടക്കം, അതായത് ഇതാ ഇവൻ ഇങ്ങോട്ട് വരും, ഇയാൾ ഇങ്ങോട്ട് കയറി നിൽക്കും. അപ്പോൾ റെസൊണൻസ് സ്ട്രക്ചർ എങ്ങനെ ഉണ്ടായിരിക്കും? നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ് അല്ലേ. RC ഇവിടെ O മൈനസ് ആവും, ഇവിടെ എന്താവും? ഡബിൾ ബോണ്ട് O. നോക്കണേ, ഇയാൾക്ക് ഇനി തിരിച്ചിങ്ങോട്ട് നടക്കാം, ഇയാൾക്ക് തിരിച്ചിങ്ങോട്ട് നടക്കാം. അപ്പോൾ ഈ സ്ട്രക്ചറിന് കിട്ടും, ഫസ്റ്റ് സ്ട്രക്ചർ. ഈ 2 സ്ട്രക്ചർ തമ്മിൽ എന്താണ്? ദേ ആർ ഈക്വലൻ്റ് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, ഇവിടെ 2 പേർക്കും പൊട്ടൻഷ്യൽ എനർജി ഒക്കെ എന്തായിരിക്കും? സിമിലർ ആയിരിക്കും, 2 റെസൊണൻസ് സ്ട്രക്ചേഴ്സും. റീസൺ എന്താ നോക്കിക്കേ, ഇവിടെ നോക്ക്, ഇവിടുത്തെ കേസിലാണെങ്കിൽ ഓക്സിജൻ്റെ മുകളിൽ നെഗറ്റീവ് ചാർജ്, ഇവിടെ ഒരു പൈ ബോണ്ടും, ഇവിടെയും അതുപോലെ ഓക്സിജൻ്റെ മുകളിൽ നെഗറ്റീവ് ചാർജ്, ഒരു പൈ ബോണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതുകൊണ്ട് ഇത് ഈക്വൽ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കണേ, അവർക്ക് മോർ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും എന്നുള്ള കൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഈക്വലൻ്റ് റെസൊണേറ്റിംഗ് സ്ട്രക്ചർ എന്തായിരിക്കും പറ? മോർ സ്റ്റേബിൾ ദാൻ എന്തിനേക്കാളും? നോൺ ഈക്വലൻ്റ് റെസൊണേറ്റിംഗ് സ്ട്രക്ചർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വേറെ നോൺ ഈക്വൽ റെസൊണൻസ് സ്ട്രക്ചേഴ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഒരു എക്സാമ്പിൾ നോൺ ഈക്വൽ ഇതാ, ഇത് ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. നമ്മൾ നോർമൽ കാണുന്നൊക്കെ നോൺ ഈക്വൽ റെസൊണൻസ് സ്ട്രക്ചേഴ്സാണ് അല്ലേ. നോർമലി നമ്മൾ കാണുന്നതൊക്കെ നോൺ ഈക്വൽ റെസൊണൻസ് സ്ട്രക്ചേഴ്സാണ്. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ നോക്ക്, ഇവിടെ ഇപ്പോൾ റെസൊണൻസ് നടക്കുകയാണ്, ഇയാൾ ഇങ്ങോട്ട് ഇറങ്ങും, ഇവൻ ഇങ്ങോട്ട് കയറി നിൽക്കും അല്ലേ. അപ്പോൾ അടുത്ത സ്ട്രക്ചർ നമുക്ക് എങ്ങനെ കിട്ടും? നെക്സ്റ്റ് സ്ട്രക്ചർ വിൽ ബി ലൈക്ക് ദിസ്. നോക്കണേ, ഇവിടെ നെഗറ്റീവ് ചാർജ്, ഇവിടെ ഇങ്ങനെതാ, ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട് O എന്ന് കിട്ടും. റെഡി? നെക്സ്റ്റ് സ്ട്രക്ചറിൽ ഇയാൾ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇവൻ ഇങ്ങോട്ട് കയറിക്കും അല്ലേ. ഇപ്പോൾ എനിവേ ഇവിടെ കിട്ടുന്ന സ്ട്രക്ചേഴ്സ് ഓരോന്നും ശ്രദ്ധിക്കുക. ഇവിടുത്തെ സ്ട്രക്ചേഴ്സിൽ ഫസ്റ്റ് നോക്ക്, ഇവിടുത്തെ കേസിൽ നമുക്കിവിടെ ഓക്സിജൻ്റെ മുകളിലാണ് നെഗറ്റീവ് ചാർജ്, ഇവിടെ നോക്കുകയാണെങ്കിലോ ഇവിടെ കാർബണിൻ്റെ മുകളിലാണ് നെഗറ്റീവ് ചാർജ്. ഇനി അടുത്തതും കാർബണിൻ്റെ മുകളിലാണ്. പക്ഷേ ആ സ്ട്രക്ചർ എന്താ, ഇവിടെ ഓർത്തോ പൊസിഷനിലാണെങ്കിൽ അടുത്ത ഏതായിരിക്കും? പാരാ പൊസിഷനിലായിരിക്കും നെഗറ്റീവ് ചാർജ്. അപ്പോൾ അതൊക്കെ ഡിഫറൻ്റ് ആയിട്ടാണ് കിട്ടുന്നത്. ഓരോരുത്തരും പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻ്റ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ എന്തായിരിക്കും? കോൺട്രിബ്യൂഷൻ ഡിഫറൻ്റ് ആയിരിക്കും, സ്റ്റെബിലിറ്റി. ഓക്കെ, അപ്പോൾ നോക്കുക, എപ്പോഴും ആരാ മോർ സ്റ്റേബിൾ? ഈക്വലൻ്റ് റെസൊണേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ആർ മോർ സ്റ്റേബിൾ ദാൻ നോൺ ഈക്വലൻ്റ് റെസൊണേറ്റിംഗ് സ്ട്രക്ചേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് നോക്കാം നമുക്ക് അടുത്തായിട്ട് എക്സ്റ്റെൻഡഡ് ആൻഡ് ക്രോസ് കോൺജുഗേഷൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കണേ. എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതാ ഇങ്ങനെ റെസൊണൻസ് സ്ട്രക്ചർ ഉണ്ടെന്ന് വിചാരിക്കും, NH2. ഓക്കെ, ഇയാൾക്ക് ഇതാ ഇങ്ങനെ ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ ഇയാളുടെ ഇങ്ങനെ റെസൊണൻസ് പോസിബിൾ ആണല്ലോ. ലോൺ പെയർ ഇങ്ങോട്ട് ഇറങ്ങാം, ഇയാൾ ഇങ്ങോട്ട് വരാം, ഇയാൾ ഇങ്ങോട്ട്, അങ്ങനെ എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ പ്രസൻ്റ് ആണ് നമുക്ക് പറയാം. ഇതിനെന്താ വിളിക്കുക? എക്സ്റ്റെൻഡഡ്. ഇതാണ് ഈ എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ. കുഴപ്പമില്ലല്ലോ. എന്നാൽ നെക്സ്റ്റ് ഒക്കെ ക്രോസ് കോൺജുഗേഷൻ ക്ലിയർ ആക്കിക്കോ. നിങ്ങളുടെ കയ്യിൽ ഇതാ ഇങ്ങനെ നിൽക്കുന്നതെന്ന് വിചാരിച്ചോ. റെഡി? ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ടും എന്തുണ്ട്? കോൺജുഗേഷൻ ഉണ്ട്. ഇവിടെ ലോൺ പെയർ ഉണ്ട്, നൈട്രജൻ എടുത്ത് അല്ലേ, NH ഉണ്ട്, ലോൺ പെയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ ഇയാൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് റെസൊണൻസ് നടക്കാം, അതേപോലെ ഇയാൾക്ക് വേണമെങ്കിൽ എങ്ങോട്ട് റെസൊണൻസ് നടക്കാം പറ? ഇങ്ങോട്ടും റെസൊണൻസ് നടക്കാം. 2 പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 2 സൈഡിലേക്കും കോൺജുഗേഷൻ അല്ലെങ്കിൽ ഇതുണ്ടെങ്കിൽ, റെസൊണൻസ് പോസിബിൾ ആണെങ്കിൽ, ബൈ ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് ഇതിനെന്ത് വിളിക്കാം പറ? ഇതെന്തായിരിക്കും പറ? ക്രോസ് കോൺജുഗേഷൻ ആയിരിക്കും. എന്തായിരിക്കും? ക്രോസ് കോൺജുഗേഷൻ എന്ന് വിളിക്കും. റെഡി? അപ്പോൾ ഇതിൽ ആരാ മോർ സ്റ്റേബിൾ എന്നുള്ളതാണ്. ഓക്കെ, എക്സ്റ്റെൻഡഡ്. ഓക്കെ, എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ ഈസ് മോർ സ്റ്റേബിൾ ദാൻ എന്ത് മക്കളെ പറ? ക്രോസ് കോൺജുഗേഷൻ എന്നുള്ളതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞു വെക്കണം. റെഡി? നമുക്കൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ ഇതായിട്ട് വിൽ ബി ലൈക്ക് ദിസ്. നോക്കണേ, ഇങ്ങനൊരു എക്സാമ്പിൾ ഞാൻ തരുന്നു. ഓക്കെ, വെയിറ്റ്. ഓക്കെ, ഇങ്ങനൊരു എക്സാമ്പിൾ. ഒന്ന് ഇതാണ്, വേറൊന്ന് ഇങ്ങനെയാണ്. ഓക്കെ, ഇതിൽ ഏതാണ് മോർ സ്റ്റേബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ശ്രദ്ധിച്ചോ, ഇയാൾക്ക് ഇവിടെ ഇവിടെ ഓക്സിജൻ ലോൺ പെയർ ഉണ്ട്, ഇവിടെ ഓക്സിജൻ എടുത്ത് ലോൺ പെയർ ഉണ്ട് അല്ലേ. ഈ ലോൺ പെയർ മക്കളെ ശ്രദ്ധിച്ചോ, ഇയാൾക്ക് ഇങ്ങോട്ട് ഇറങ്ങാം, ഇങ്ങോട്ട് റെസൊണൻസ് എടുക്കാം, അടുത്ത അയാൾ ഇങ്ങോട്ട് ഇറങ്ങുമ്പം ഇത് ഇങ്ങോട്ട് കയറിക്കും. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ റെസൊണൻസ് പോസിബിളാണ്. ഇതെന്താണ്? ഇത് എക്സ്റ്റെൻഡഡ് ആണ് അല്ലേ, എക്സ്റ്റെൻഡഡ് കോൺജുഗേഷനാണ്. ഇവിടുത്തെ കേസിലോ മക്കളെ, ഇയാൾക്ക് ഒന്നെങ്കിൽ ഇങ്ങോട്ട് നടക്കാം, അല്ലെങ്കിൽ ഇയാൾക്ക് എങ്ങനെ നടക്കാം? ഇങ്ങോട്ട് വരുമ്പോൾ ഇയാൾക്ക് ഇങ്ങോട്ട് കയറിക്കാം. ഇതിവിടെ എന്താണ്? ക്രോസ് കോൺജുഗേഷൻ ആണ്. ആരാ മോർ സ്റ്റേബിൾ വരിക? എക്സ്റ്റെൻഡഡ് മോർ സ്റ്റേബിൾ ആയതുകൊണ്ട് ഇത് മോർ സ്റ്റേബിൾ റെസൊണേറ്റിംഗ് സ്ട്രക്ചർ ആയിട്ട് മാറും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്തരം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ബൈ. മുകളിലാണ് പോസിറ്റീവ് ചാർജ്, ഇവിടെ ആരുടെ? നൈട്രജൻ്റെ മുകളിലാണ് പോസിറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജ് ഓൺ ലെസ് ഇലക്ട്രോനെഗറ്റീവ് എന്താണ്? മോർ സ്റ്റേബിൾ. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും മോർ സ്റ്റേബിൾ വരിക പറ? നൈട്രജൻ്റെ മുകളിൽ പോസിറ്റീവ് ചാർജ് അല്ലേ. സോ നമുക്ക് ആൻസർ എന്ത് കൊടുക്കാം പറ? 2 ആയിരിക്കും മോർ സ്റ്റേബിൾ ദാൻ 1. അതായത് നമ്മളിവിടെ AB എന്നാണ് യൂസ് ചെയ്തത് അല്ലേ. AB എന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ പറ B ഈസ് മോർ സ്റ്റേബിൾ ദാൻ A എന്ന് നമുക്ക് പറയാം. ഓക്കെ, റെഡി ആണല്ലോ?
അപ്പോൾ ഇത് എന്തിൻ്റെ ബേസിലാണ് പറ പോസിറ്റീവ് ചാർജ് ഓൺ ഓക്സിജൻ ആറ്റം ഈസ് ലെസ് സ്റ്റേബിൾ ദാൻ പോസിറ്റീവ് ചാർജ് ഓൺ നൈട്രജൻ ആറ്റം എന്നുള്ളത്. ഇനി നെക്സ്റ്റ് നോക്ക്, ലാസ്റ്റ് നോക്ക്. ഇവിടുത്തെ കേസിൽ ഇവിടെ നമുക്ക് ചാർജ്ഡ് ആണ്, ഇവിടെ നമുക്ക് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ് രണ്ടും. ദെൻ നമ്മൾ നോക്കേണ്ടത് ഇവിടെ എന്താണ്, ഇവിടുത്തെ കേസിൽ 2 പൈ ബോണ്ടാണ്, ഇവിടെയും എത്രയാണ്, നമുക്ക് 3 പൈ ബോണ്ട് ഉണ്ട്. വേറെ എന്തെങ്കിലും നോക്കാണ്ടോ? ഇല്ല, വേറെ ഒന്നും നോക്കണ്ട. ആര് മോർ സ്റ്റേബിൾ ആയിരിക്കും? 2 ഈസ് മോർ സ്റ്റേബിൾ ദാൻ 1 ആയിരിക്കും. ഓക്കെ, റീസൺ ഇവിടെ എന്തുണ്ട് ഇവിടെ 3 പൈ ബോണ്ട് മോർ സ്റ്റേബിൾ ദാൻ എന്തായിരിക്കും? 2 പൈ ബോണ്ട് ആയിരിക്കും. റെഡി? ഓൾ ഓഫ്. സോ അങ്ങനെ നമ്മൾ അടുത്തൊരു പോയിന്റിലേക്ക് മൂവ്യാണ്. ഇക്വലൻ്റ് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നോക്കണേ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ഉണ്ട്, RC ഡബിൾ ബോണ്ട് O മൈനസ്. റെഡി? ഇയാൾക്ക് ഇവിടെ റെസൊണൻസ് അടക്കം, അതായത് ഇവൻ ഇങ്ങോട്ട് വരും, ഇയാൾ ഇങ്ങോട്ട് കയറി നിൽക്കും. അപ്പോൾ റെസൊണൻസ് സ്ട്രക്ചർ എങ്ങനെ ഉണ്ടായിരിക്കും? നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ് അല്ലേ. RC ഇവിടെ O മൈനസ് ആവും, ഇവിടെ എന്താവും? ഡബിൾ ബോണ്ട് O. നോക്കണേ, ഇയാൾക്ക് ഇനി തിരിച്ചിങ്ങോട്ട് നടക്കാം, ഇയാൾക്ക് തിരിച്ചിങ്ങോട്ട് നടക്കാം. അപ്പോൾ ഈ സ്ട്രക്ചറിന് കിട്ടും, ഫസ്റ്റ് സ്ട്രക്ചർ. ഈ 2 സ്ട്രക്ചർ തമ്മിൽ എന്താണ്? ദേ ആർ ഈക്വലൻ്റ് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം, ഇവിടെ 2 പേർക്കും പൊട്ടൻഷ്യൽ എനർജി ഒക്കെ എന്തായിരിക്കും? സിമിലർ ആയിരിക്കും, 2 റെസൊണൻസ് സ്ട്രക്ചേഴ്സും. റീസൺ എന്താ നോക്കിക്കേ, ഇവിടെ നോക്ക്, ഇവിടുത്തെ കേസിലാണെങ്കിൽ ഓക്സിജൻ്റെ മുകളിൽ നെഗറ്റീവ് ചാർജ്, ഇവിടെ ഒരു പൈ ബോണ്ടും, ഇവിടെയും അതുപോലെ ഓക്സിജൻ്റെ മുകളിൽ നെഗറ്റീവ് ചാർജ്, ഒരു പൈ ബോണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതുകൊണ്ട് ഇത് ഈക്വൽ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കണേ, അവർക്ക് മോർ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും എന്നുള്ള കൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഈക്വലൻ്റ് റെസൊണേറ്റിംഗ് സ്ട്രക്ചർ എന്തായിരിക്കും? മോർ സ്റ്റേബിൾ ദാൻ എന്തിനേക്കാളും? നോൺ ഈക്വലൻ്റ് റെസൊണേറ്റിംഗ് സ്ട്രക്ചർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വേറെ നോൺ ഈക്വൽ റെസൊണൻറ്റ് സ്ട്രക്ചേഴ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഒരു എക്സാമ്പിൾ നോൺ ഈക്വൽ ഇത് ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. നമ്മൾ നോർമൽ കാണുന്നൊക്കെ നോൺ ഈക്വൽ റെസൊണൻറ്റ് സ്ട്രക്ചേഴ്സാണ് അല്ലേ. നോർമലി നമ്മൾ കാണുന്നതൊക്കെ നോൺ ഈക്വൽ റെസൊണൻറ്റ് സ്ട്രക്ചേഴ്സാണ്. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ നോക്ക്, ഇവിടെ ഇപ്പോൾ റെസൊണൻസ് നടക്കുകയാണ്, ഇയാൾ ഇങ്ങോട്ട് ഇറങ്ങും, ഇവൻ ഇങ്ങോട്ട് കയറി നിൽക്കും അല്ലേ. അപ്പോൾ അടുത്ത സ്ട്രക്ചർ നമുക്ക് എങ്ങനെ കിട്ടും? നെക്സ്റ്റ് സ്ട്രക്ചർ വിൽ ബി ലൈക്ക് ദിസ്. നോക്കണേ, ഇവിടെ നെഗറ്റീവ് ചാർജ്, ഇവിടെ ഇങ്ങനെതാ, ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട് O എന്ന് കിട്ടും. റെഡി? നെക്സ്റ്റ് സ്ട്രക്ചറിൽ ഇയാൾ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇവൻ ഇങ്ങോട്ട് കയറിക്കും അല്ലേ. ഇപ്പോൾ എനിവേ ഇവിടെ കിട്ടുന്ന സ്ട്രക്ചേഴ്സ് ഓരോന്നും ശ്രദ്ധിക്കുക. ഇവിടുത്തെ സ്ട്രക്ചേഴ്സിൽ ഫസ്റ്റ് നോക്ക്, ഇവിടുത്തെ കേസിൽ നമുക്കിവിടെ ഓക്സിജൻ്റെ മുകളിലാണ് നെഗറ്റീവ് ചാർജ്, ഇവിടെ നോക്കുകയാണെങ്കിലോ ഇവിടെ കാർബണിൻ്റെ മുകളിലാണ് നെഗറ്റീവ് ചാർജ്. ഇനി അടുത്തതും കാർബണിൻ്റെ മുകളിലാണ്. പക്ഷേ ആ സ്ട്രക്ചർ എന്താ? ഇവിടെ ഓർത്തോ പൊസിഷനിലാണെങ്കിൽ അടുത്ത ഏതായിരിക്കും? പാരാ പൊസിഷനിലായിരിക്കും നെഗറ്റീവ് ചാർജ്. അപ്പോൾ അതൊക്കെ ഡിഫറൻ്റ് ആയിട്ടാണ് കിട്ടുന്നത്. ഓരോരുത്തരും പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ എന്തായിരിക്കും? കോൺട്രിബ്യൂഷൻ ഡിഫറൻ്റ് ആയിരിക്കും, സ്റ്റെബിലിറ്റി. ഓക്കെ, അപ്പോൾ നോക്കുക, എപ്പോഴും ആരാ മോർ സ്റ്റേബിൾ? ഈക്വലൻ്റ് റെസൊണേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ആർ മോർ സ്റ്റേബിൾ ദാൻ നോൺ ഈക്വലൻ്റ് റെസൊണേറ്റിംഗ് സ്ട്രക്ചേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് നോക്കാം നമുക്ക് അടുത്തായിട്ട് എക്സ്റ്റെൻഡഡ് ആൻഡ് ക്രോസ് കോൺജുഗേഷൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോക്കണേ, എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ റെസൊണൻസ് സ്ട്രക്ചർ ഉണ്ട് വിചാരിക്കും, NH2. ഓക്കെ, ഇയാൾക്ക് ഇങ്ങനെ ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ ഇയാളുടെ ഇങ്ങനെ റെസൊണൻസ് പോസിബിൾ ആണല്ലോ. ലോൺ പെയർ ഇങ്ങോട്ട് ഇറങ്ങാം, ഇയാൾ ഇങ്ങോട്ട് വരാം, ഇയാൾ ഇങ്ങോട്ട്, അങ്ങനെ എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ പ്രസൻ്റ് ആണ് നമുക്ക് പറയാം. എന്നാൽ ഇതിനെന്താ വിളിക്കുക? എക്സ്റ്റെൻഡഡ്. ഇതാണ് ഈ എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ. കുഴപ്പമില്ലല്ലോ. എന്നാൽ നെക്സ്റ്റ് ഒക്കെ ക്രോസ് കോൺജുഗേഷൻ ക്ലിയർ ആക്കിക്കോ. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ നിൽക്കുന്നതെന്ന് വിചാരിച്ചോ. റെഡി? ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ടും എന്തുണ്ട്? കോൺജുഗേഷൻ ഉണ്ട്. ഇവിടെ ലോൺ പെയർ ഉണ്ട്, നൈട്രജൻ്റെ അടുത്ത് അല്ലേ, NH ഉണ്ട്, ലോൺ പെയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ ഇയാൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് റെസൊണൻസ് നടക്കാം, അതേപോലെ ഇയാൾക്ക് വേണമെങ്കിൽ എങ്ങോട്ട് റെസൊണൻസ് നടക്കാം? ഇങ്ങോട്ടും റെസൊണൻസ് നടക്കാം. 2 പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 2 സൈഡിലേക്കും കോൺജുഗേഷൻ അല്ലെങ്കിൽ ഇതുണ്ടെങ്കിൽ, റെസൊണൻസ് പോസിബിൾ ആണെങ്കിൽ, ബൈ ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് ഇതിനെന്ത് വിളിക്കാം? ഇതെന്തായിരിക്കും? ക്രോസ് കോൺജുഗേഷൻ ആയിരിക്കും. എന്തായിരിക്കും? ക്രോസ് കോൺജുഗേഷൻ എന്ന് വിളിക്കും. റെഡി? അപ്പോൾ ഇതിൽ ആരാ മോർ സ്റ്റേബിൾ എന്നുള്ളതാണ്. ഓക്കെ, എക്സ്റ്റെൻഡഡ്. ഓക്കെ, എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ ഈസ് മോർ സ്റ്റേബിൾ ദാൻ എന്ത് മക്കളെ? ക്രോസ് കോൺജുഗേഷൻ എന്നുള്ളതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞു വെക്കണം. റെഡി? ഇനി നമുക്കൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ ഇതായിട്ട് വിൽ ബി ലൈക്ക് ദിസ്. നോക്കണേ, ഇങ്ങനൊരു എക്സാമ്പിൾ ഞാൻ തരുന്നു. ഓക്കെ, വെയിറ്റ്. ഓക്കെ, ഇങ്ങനൊരു എക്സാമ്പിൾ. ഒന്ന് ഇതാണ്, വേറൊന്ന് ഇങ്ങനെയാണ്. ഓക്കെ, ഇതിൽ ഏതാണ് മോർ സ്റ്റേബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ശ്രദ്ധിച്ചോ, ഇയാൾക്ക് ഇവിടെ ഓക്സിജൻ്റെ ലോൺ പെയർ ഉണ്ട്, ഇവിടെ ഓക്സിജൻ്റെ അടുത്ത് ലോൺ പെയർ ഉണ്ട് അല്ലേ. ഈ ലോൺ പെയർ മക്കളെ ശ്രദ്ധിച്ചോ, ഇയാൾക്ക് ഇങ്ങോട്ട് ഇറങ്ങാം, ഇങ്ങോട്ട് റെസൊണൻസ് എടുക്കാം, അടുത്ത അയാൾ ഇങ്ങോട്ട് ഇറങ്ങുമ്പം ഇത് ഇങ്ങോട്ട് കയറിക്കും. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ റെസൊണൻസ് പോസിബിളാണ്. ഇതെന്താണ്? ഇത് എക്സ്റ്റെൻഡഡ് ആണ് അല്ലേ, എക്സ്റ്റെൻഡഡ് കോൺജുഗേഷനാണ്. ഇവിടുത്തെ കേസിലോ മക്കളെ, ഇയാൾക്ക് ഒന്നെങ്കിൽ ഇങ്ങോട്ട് നടക്കാം, അല്ലെങ്കിൽ ഇയാൾക്ക് എങ്ങനെ നടക്കാം? ഇങ്ങോട്ട് വരുമ്പോൾ ഇയാൾക്ക് ഇങ്ങോട്ട് കയറിക്കാം. ഇതിവിടെ എന്താണ്? ക്രോസ് കോൺജുഗേഷൻ ആണ്. ആരാ മോർ സ്റ്റേബിൾ വരിക? എക്സ്റ്റെൻഡഡ് മോർ സ്റ്റേബിൾ ആയതുകൊണ്ട് ഇത് മോർ സ്റ്റേബിൾ റെസൊണേറ്റിംഗ് സ്ട്രക്ചർ ആയിട്ട് മാറും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്തരം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ബൈ.